ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഹോം റെമഡിയാണ്. അതെന്താണെന്ന് വെച്ചാൽ ടൈറ്റിൽ കണ്ടതുപോലെ ചിക്കൻ പോക്സ്, അഞ്ചാം പനി പോലുള്ള പകർച്ചവ്യാധികൾ നമുക്ക് വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്നുള്ളതാണ്. അപ്പം നമ്മുടെ അടുത്ത ആർക്കെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇത് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം ഇതൊക്കെ പാലിക്കണം. നമ്മൾ കുന്തിരിക്കമൊക്കെ പുകച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പണ്ട് മുതലേ ചെയ്തു വരുന്നൊരു കാര്യമാണ്. എനിക്ക് ഇതേവരെ ചിക്കൻ പോക്സ് വന്നിട്ടില്ല. അപ്പോൾ അതിന് ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ള എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഞാനിന്ന് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചിക്കൻ പോക്സ് ഉണ്ടായിരുന്ന ആളുടെ കൂടെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നിട്ടുണ്ട്. എന്നിട്ട് പോലും നമുക്കത് പകർന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആത്മവിശ്വാസത്തോടുകൂടി ഇരിക്കണമെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും അടുത്ത ആർക്കെങ്കിലും നമ്മുടെ വീട്ടിലാർക്കെങ്കിലും വന്നു പോയി പിന്നെ നമ്മളിനി അതിനെ നേരിട്ടേ പറ്റൂ. അപ്പോൾ നമ്മൾ ആത്മവിശ്വാസത്തോട് ധൈര്യമായിട്ടിരിക്കുക. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ചിക്കൻ ബോക്സ് ആണ്. നമ്മൾ ചിക്കൻ ബോക്സിൻ്റെ പാടുകൾ മാറാനായിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് എല്ലാവരും ഇപ്പോഴും ചിക്കൻ ബോക്സ് പലർക്കും ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അറിവ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത് ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ പേര് പറയാനാണെങ്കിൽ കൊതിപ്പാണൽ എന്നാണ് പറയുന്നത് കേട്ടോ. കൊതിപ്പാണൽ. ഇതിലൊരു ചെറിയ ചെറിയ കായ്കളുണ്ടാവും. ഇത് ഇവിടെ കാണാം, ചെറിയ കായ്കൾ കാണാം കേട്ടോ. ഇതുപോലെ പഴുത്ത് വരുമ്പോൾ ഒരു ചെറിയൊരു ഈ ഒരു കളറിലേക്കാണ് ഇത് വരുന്നത്. നന്നായിട്ട് പഴുക്കുമ്പോൾ കുറച്ചുകൂടി കളറൊക്കെ ചേഞ്ച് ആകും. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ പാണലിൻ്റെ ഇല, അതായത് കിളുന്ത ഇല വേണം എടുക്കാൻ. ഒരുപാട് മൂത്ത താഴത്തെ ഇലകൾ എടുക്കണ്ട. കിളുന്ത ഇല, മുകളിലെ ഭാഗത്തുള്ള ഇല 7 എടുക്കുക, 6-7 ഇല എടുക്കാം. അത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക. അത് നന്നായിട്ട് തന്നെ തിളച്ച് അതിൻ്റെ സത്തെല്ലാം ഇളകാനായിട്ട് കുറച്ച് സമയം അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിക്കാം. ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ഞങ്ങളുടെ അർത്തുങ്കലെ വീട്ടിൽ പോയപ്പോഴാണ്. എൻ്റെ ഇവിടെ അങ്കമാലിലെ വീട്ടിൽ പാണലില്ല, ഒരെണ്ണം വെച്ച് പിടിപ്പിക്കണം. ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ വീഡിയോ കാണണേ. തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നന്നായിട്ട് തിളച്ച ശേഷവും ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് തിളപ്പിച്ചെടുത്ത് അതിനുശേഷം തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വയ്ക്കുക. അപ്പോൾ ഇത് നേരിയ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ കുടിക്കാൻ പോകുന്നത്. ഈ രീതിയിലല്ലാതെ എന്ന് വെച്ചാൽ പാണലിൻ്റെ തളിരില എടുത്തിട്ട് അരച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കാം. ആ രീതിയിൽ ഉപയോഗിക്കാം. പക്ഷേ കൂടുതൽ നല്ലത്, അതായത് കഴിക്കാനായിട്ട് കുറച്ചുകൂടി നല്ലത് ഈ ഒരു രീതിയിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നതാണ്. ഇത് തന്നെ നമുക്ക് 5-ാം പനിക്കും ഉപയോഗിക്കാം. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഇല ഇത്തിരി വലിപ്പമുള്ളതാണ്. ശരിക്കും അതിൻ്റെ കൂമ്പല കിട്ടുവാണെങ്കിൽ അതാണ് നല്ലത്. കുറച്ചുകൂടി ചെറിയ ഇല കിട്ടുവാണെങ്കിൽ അതാണ് ഉപയോഗിക്കാനായിട്ട് ഏറ്റവും നല്ലത്. ഇത് നമുക്ക് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇതിൻ്റെ മൂത്ത ഇല ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടും ഓർക്കേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, പാണൽ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ചെടി തന്നെയാണെന്ന് പറയാൻ കാര്യം, ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കിടന്ന് രാത്രിയിലോ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കരയലും കാര്യങ്ങളും ഒക്കെ വരുന്നത് ചെറിയ പ്രാണികളോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അവരെ ശല്യപ്പെടുത്തുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തെങ്കിലും അസുഖമായിരിക്കുന്നു, പക്ഷേ ഇതായിരിക്കും മിക്കവാറും. അപ്പോൾ പാണലിൻ്റെ ഇല ഒന്ന് കഴുകി തുടച്ചതിന് ശേഷം കുട്ടികൾ കിടക്കുന്ന ബെഡിലോ പില്ലോയിലോ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ആ ഉറുമ്പും കീടങ്ങളും ഒന്നും അവരുടെ ആ പരിസരത്തേക്ക് അടുക്കുകയില്ല. അപ്പോൾ അവർ സുഖമായിട്ട് ഉറങ്ങും. അപ്പോൾ അതുകൊണ്ട് പണ്ട് കാലത്ത് ഇങ്ങനെ കൊച്ചുങ്ങൾ പേടിച്ച് കരയൊക്കെ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ഈ പാണലിൻ്റെ ഇല വയ്ക്കാറുണ്ടായിരുന്നു. അതിൻ്റെ പിന്നിലുള്ള കാര്യം ഇതാണ്. അതേപോലെ തന്നെ ആദിവാസി ചികിത്സയിൽ വിവിധ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിന്ന് പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഒരു ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ പാണലിൻ്റെ പഴം കഴിച്ചു കഴിഞ്ഞാൽ ടോൺസിലൈറ്റിസ് വരില്ല എന്നാണ് പറയുന്നത്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പഴമാണ്. ഞാൻ ധാരാളം കഴിച്ചിട്ടുണ്ട് പാണലിൻ്റെ കായ. ഇതിൻ്റെ ഇലയ്ക്ക് ബാക്ടീരിയ വൈറസ് ബാധയ്ക്കെതിരെ പ്രവർത്തിക്കാനായിട്ടൊക്കെയുള്ള കഴിവുണ്ട്. പണ്ടൊക്കെ പനി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ചിട്ടാണ് അമ്മ കുളിക്കാനായിട്ട് തരിക. അതുപോലെ പാണൽ ചെടിയുടെ തായ് വേര് ത്രിഫല കഷായത്തിൽ ഒരു ദിവസം ഇട്ട് വെച്ചതിന് ശേഷം പിറ്റേന്ന് അരച്ച് പുരട്ടുകയാണെങ്കിൽ എത്ര വലിയ വ്രണവും മാറിക്കിട്ടുമെന്നാണ്, ഉണങ്ങിക്കിട്ടുമെന്നാണ് പറയപ്പെടുക. നേരത്തെ പറഞ്ഞ പോലെ പനിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പാണലിൻ്റെ ഇലയിട്ട് കുളിക്കുന്നത് പോലെ തന്നെ ചില സ്ഥലങ്ങളിൽ പ്രസവശേഷം സ്ത്രീകളെ കുളിപ്പിക്കാനായിട്ട് ഇതിൻ്റെ ഇല ഉപയോഗിക്കാറുണ്ട്. പഴുതാരമൊക്കെ കടിച്ചു കഴിഞ്ഞാൽ പാണലിൻ്റെ ഇല അരച്ചവിടെ പുരട്ടുന്നത് അതിൻ്റെ ആ ഒരു വിഷവും കാര്യങ്ങളൊക്കെ മാറിപ്പോവാനായിട്ട് സഹായിക്കും. പാണലില അരച്ച് പുരട്ടിയതിന് ശേഷം നമ്മൾ തേൻ എടുക്കുകയാണെങ്കിൽ അപ്പോൾ തേനീച്ച നമ്മളെ കുത്തത്തില്ല എന്നാണ്
അതുപോലെ തന്നെ കാന്താരിയുടെയൊക്കെ വിളവ് കൂട്ടാനായിട്ട് പാണലിൻ്റെ ഇല നമുക്ക് അടിവളമായിട്ട് ചേർത്ത് കൊടുക്കാം. കൃമികീടങ്ങളും അതുപോലെ തന്നെ മണ്ണിൽ കൂടിയുള്ള കീടങ്ങളുടെ ആക്രമണമൊക്കെ കുറഞ്ഞു കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്നൊരു യൂട്യൂബ് ചാനലും അതുപോലെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാത്തവർ, ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും.